ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സാറിനെ കൂടെ കാണണമെന്നുള്ളത്. ഇന്നലെ മുതലേ ശ്രമിക്കുകയാണ്, എനിക്ക് ഇന്ന് കാണാൻ പറ്റി. ഇന്ന് കാണാൻ പറ്റുമെന്ന് അറിയാമായിരുന്നു. എന്താ പറയുന്ന ഈ അന്വേഷണം ഇങ്ങനെ എൻ്റെ മനസ്സിൽ നിന്ന് വഴിമുട്ടി നിൽക്കുന്നു എന്നുള്ള എനിക്ക് ഭയങ്കര പേടിയാണ്. ബാക്കി എനിക്ക് കൂടുതൽ പൊളിറ്റിക്സും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടല്ലോ. എവിടെയാണ് വഴിമുട്ടി നിൽക്കുന്നത്? പോലീസ് കേസും അന്വേഷിക്കുന്ന പോലീസ് കേസും ഇപ്പോൾ നിർത്തിയതുപോലെയാണ്. CBI എങ്ങും എത്തുന്നില്ല. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോയി അവലാദികൾ പറയണമല്ലോ. എന്നെ സഹായിച്ചവരല്ല, എന്നെ സഹായിക്കുമെന്ന് ഉറപ്പുള്ളയിടത്ത് എനിക്ക് പോകണം. അതിൽ ഇത്രയും നാൾ രാഷ്ട്രീയപരമായിട്ടോ അല്ല ഒരു രീതിയിലും ചിന്തിക്കാതെ എന്നെ സഹായിച്ചവരെ കുറച്ചവരുണ്ടായിരുന്നു. അതിലുൾപ്പെട്ടാണ് സാറിൻ്റെ ടീമുകളെല്ലാം ഈ സത്യാഗ്രഹം വരുന്നതും അതും. അത് കഴിഞ്ഞ് ഇന്നലെ ഞാൻ രാജീവ് സാറിനെ കണ്ടു, അതിനു മുമ്പ് വേറെ കണ്ടു, പല രാഷ്ട്രീയ കക്ഷികളെയും കണ്ടു, എല്ലാവരെയും കണ്ടു. പക്ഷേ എനിക്ക് വിശ്വാസമുള്ളവരടുത്ത് എനിക്ക് പോകണം. എനിക്ക് ഇപ്പോൾ ഇങ്ങോട്ട് കയറി വരാൻ എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ കയറി വന്നത്. എന്നെ അദ്ദേഹം സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, വന്നതുവരെ ഉറപ്പുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് അതിനേക്കാളിൽ ഉറപ്പാണ്. എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് തോന്നുന്നു ഇത് എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന്. അതുകൊണ്ട് എനിക്ക് വിശ്വാസമുള്ള എല്ലായിടത്തും പോകും. കാരണം പോകാത്തവരടുത്ത് മാത്രമേ ഉള്ളൂ, ആ ഭരണപക്ഷത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവരടുത്ത് മാത്രമേ പോകുള്ളൂ. ഞാൻ രാഷ്ട്രീയം പറയണമല്ല, എന്നാലും ഞാൻ പറയുകയാണ്, അവരടുത്താണ് നമുക്ക് ശരിക്കും പോവേണ്ടത്. അവരോട് നമ്മൾ ചോദിക്കേണ്ടത്, നീതി ചോദിക്കേണ്ടത്. പോയി കഴിഞ്ഞാൽ ഏത് സ്ഥിതിയാവുമെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും മതി. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാതെ എനിക്ക് ഒരു ലാഭമോ യാതൊരു ലാഭവും ഇല്ലാതെ നോക്കുന്ന ആൾക്കാരുടെ അടുത്ത് വരാൻ തോന്നിയതുകൊണ്ടാണ്. അങ്ങനത്തെ ആൾക്കാർ ഇനിയും വരും, എന്നെ സഹായിക്കുമെന്നുള്ള ഉറപ്പുള്ളിടത്തോളം കാലം വരും. അദ്ദേഹം ഇപ്പോൾ സഹായിക്കുമെന്നുള്ള 100% എനിക്ക് ഉറപ്പാണ് അദ്ദേഹം സഹായിക്കുമെന്ന്. ഇല്ല അത് മാറ്റം വന്നിട്ടില്ല. അല്ല, തീരുമാനം തന്നെ ഇരിക്കുന്നു. അതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്, അവിടെ നിന്ന് CBI അന്വേഷിക്കാൻ പെടും. അത് മാത്രമല്ല, CBI അന്വേഷണം കൊണ്ട് മാത്രമല്ല ഇതിൻ്റെ ഉറപ്പ്. ഇതിൽ ആൻറ്റി റാഗിങ് സ്ക്വാഡുകാർ കൊടുത്തിട്ടുള്ള ഒരു ലാസ്റ്റിലത്തെ റിപ്പോർട്ടുണ്ട്. അതിൽ കുറച്ച് പെൺകുട്ടികളുണ്ട്, ബാക്കിയുള്ള ആൾക്കാരുണ്ട്. ഇവരൊന്നും പിടിച്ചിട്ടില്ല. വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ്. ഈ പെൺകുട്ടികൾ 3 പെൺകുട്ടികളുണ്ട്. എന്തിനെ ഇവരെങ്ങനെ മാറ്റി നിർത്തുന്നു? അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് അവരെ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റുള്ളൂ. ഡീനിൻ്റെ കാര്യം ഡീനിനെ ചെയ്തേ പറ്റുള്ളൂ. ഇതെല്ലാം ചെയ്യണം. അല്ല വെറും ഒരു CBI അന്വേഷണം വൈകുന്നു എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അന്വേഷണം നിർത്തിവെച്ചിട്ടില്ലല്ലോ. ഒഫീഷ്യലായിട്ട് നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാനൊന്നും മിണ്ടില്ല. ഇവിടെ ഉടൻ തന്നെ ഈ പെൺകുട്ടികളെയും അക്ഷയ് എന്ന് പറഞ്ഞ കൂടെ നിന്ന് ചതിച്ചവരെ പിന്നെ ഈ ഡീനിനെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ഉറപ്പായിട്ടും അത് ഞാൻ ആ പ്രപ്പോസലോട്ട് തന്നെ പോകും. അത് ഞാനിപ്പോൾ പറയുന്നതല്ല, ഞാൻ ഒരു 2 ആഴ്ച മുമ്പേ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞത് അല്ല, എന്നെ ആരും പ്രേരിപ്പിക്കുന്നതല്ല, ഒന്നുമില്ല. ഞാനത് ചെയ്യും. നടന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യും, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മിണ്ടായിരിക്കും, ഒരു കുഴപ്പമില്ല. ഇല്ല, ഞാൻ അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചർച്ച ചെയ്തിട്ടില്ല. ആ കാര്യം ചർച്ച ചെയ്യാനല്ല ഞാൻ വന്നത്. അത് എനിക്ക് ഇതിൻ്റെ അന്വേഷണം വൈകുന്നുള്ള ഒരു വ്യാകുലത ഉണ്ടായിരുന്നു. ഞാൻ അത് അദ്ദേഹത്തിനോട് പറയാൻ, അദ്ദേഹത്തിനോട് സഹായം ചോദിക്കാൻ, അല്ലെങ്കിൽ ഡൽഹിയിലോട്ടൊന്നും പ്രഷർ ചെയ്യുക എന്നുള്ള രീതിയിൽ കാണിച്ചു. അല്ല, യാതൊരു സമരമാർഗത്തിനെ കുറിച്ച് അദ്ദേഹത്തിനോട് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല, ചർച്ച ചെയ്യയില്ല. ഇത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്. ഇല്ല, ഇതുവരെയ്ക്കും എനിക്ക് അങ്ങനെ ഒരു ആലോചന ഇല്ല. ആരെങ്കിലും മുഖ്യമന്ത്രി തന്ന ഉറപ്പിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഇപ്പോൾ ഇതുവരെയ്ക്കും ഒരു ഉണ്ടായിട്ടില്ല. എനിക്ക് ഇനിയും ഞാൻ അങ്ങോട്ട് പോകണം, ഒരിക്കലും പോകില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് യാതൊരു ആലോചനയില്ല അങ്ങോട്ട് പോകുന്നതാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. കാര്യമെന്ന് പറഞ്ഞാൽ ഇത് 1-2 ദിവസം കൊണ്ട് നല്ല നടക്കുന്നത്. ഒരാഴ്ച മുമ്പുള്ള ഒരു പത്രം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരാഴ്ച മുമ്പായില്ല, അതിന് ശേഷമുള്ള 8 മാസം കൊണ്ട് അവിടെ ക്രൂരമായി ഇവനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഒപ്പിടിയിക്കുന്നു. എല്ലാവർക്കും അറിയാം ആ റിപ്പോർട്ട് വന്നത്. എനിക്കത് മുമ്പ് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഈ 8 മാസത്തിലിടയ്ക്ക് പല ദിവസവും SFIയുടെ ഈ പല നേതാക്കന്മാരും മുതിർന്ന നേതാക്കന്മാർ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമായ ഉറപ്പുണ്ട്. ആ ഉറപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ആ ചേട്ടൻ വന്നു, ആ മുതിർന്ന ചേട്ടൻ വന്നു, അവരെ യൂണിയൻ റൂമിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും ഇപ്പോൾ അവൻ്റെ മോൻ പോയില്ലേ ഞാൻ കള്ളം പറയാമെന്ന്. നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം, ഉറപ്പായിട്ട് അന്വേഷിക്കാം അവിടെ വന്നു പോകുന്നുണ്ടോ എന്ന്. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും എൻ്റെ മകൻ പോയിട്ട് അവിടെ ഒപ്പിടണമെന്ന് വെറുതെ പോയി ഒപ്പിടുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. അവിടെ പോയിട്ട് വിവസ്ത്രരായി നിൽക്കണം, ചിലപ്പോൾ മുട്ടിലെഴിഞ്ഞ് വേണം ഒപ്പിടാനായിട്ട്. അതാണ് അവരുടെ രീതി, അതാണ് അവരുടെ കോടതി. അങ്ങനെ ചെയ്യുമ്പോൾ ആ സമയത്ത് എല്ലാ ദിവസവും നടക്കുന്ന സമയത്ത് ഈ ഒരു ദിവസം പോലും SFIയുടെ മുതിർന്ന നേതാവോട് ഇല്ലെന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എല്ലാ മാസവും 2-3 ദിവസവും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. രാത്രി ഡേയും നൈറ്റും ഇദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അത് ഉറപ്പുള്ള കാര്യമാണ്. എന്ത് വേണമെങ്കിലും അന്വേഷിക്കാം, ഞാനത് വെറുതെ പറയണമല്ല. അപ്പോൾ കുറഞ്ഞ പക്ഷം ഒരു 2-3 മാസമെങ്കിലും അല്ലെങ്കിൽ ഒരു 10-30 ദിവസമെങ്കിലും അദ്ദേഹത്തിൻ്റെ മുമ്പ് വെച്ചിട്ടാണ് ഇവരെ കൊണ്ട് ഒപ്പിടിയിക്കുന്നതും വിവസ്ത്രനാക്കുന്നതും ഉറപ്പാണ്. അവസാനം അവനെ തീർക്കാൻ പ്ലാൻ ഇട്ടതും ഇവരെ കൂടെ എല്ലാം ചേർന്നിട്ടുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അന്നേ ഇവൻ പറയണമായിരുന്നു കുഴപ്പമില്ല വിട്ടോന്ന്. അപ്പോൾ ഈ 3 ദിവസം നടക്കുന്ന ഈ പരിപാടി അവർക്ക് അറിയില്ല എന്ന് പറയുന്നത് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. അതിനാൽ
അവിടെയുള്ള മുതിർന്ന നേതാക്കൾ, അതായത് കോളേജിലെ മുതിർന്ന നേതാക്കളാണ് ചെയ്തിരിക്കുന്നത്. എസ് ഒ പിയുടെ സംസ്ഥാന സെക്രട്ടറി, എസ് ഒ പിയുടെ ആ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി, പ്രസിഡൻറ്റ്, ജോയിൻറ്റ് സെക്രട്ടറി, അങ്ങനെയുള്ള മുതിർന്നവർ ചെയ്യുമ്പോൾ സംസ്ഥാന നേതൃത്വത്തിൽ അവരുടെ വലിയ നേതാവിനെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് വളരെ എനിക്ക് അത് കൊച്ചുകുട്ടികൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്നാൽ ഒരു 8 മാസം കൊണ്ട് നടക്കുന്ന ക്രൂരത, ഇവർ അറിവോടുകൂടി നടക്കുന്ന ക്രൂരതയാണ് 8 മാസം പോലെ. അപ്പോൾ അവർക്ക് അന്നേ സ്റ്റോപ്പ് ചെയ്തതിന് അത്രയ്ക്ക് ആദർശമുണ്ടെങ്കിൽ അന്നേ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. ആ മുതിർന്ന നേതാവിടെ വിട്ട് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. പിന്നെ അവിടുത്തെ ലോക്കൽ അവർക്കും എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം അവിടെ നടക്കുന്ന കാര്യങ്ങളും നടന്ന കാര്യങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. ഇല്ല, ഇതുവരെയ്ക്കും ആരും വിളിച്ചിട്ടുമില്ല, എന്നോട് ചോദിച്ചിട്ടുമില്ല, ഒന്നുമില്ല. ഭരണപക്ഷത്ത് അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ നേരെ പോകുന്നത് ഭരണപക്ഷത്താണല്ലോ പെട്ടെന്ന് പോകുന്നത്. നമ്മളെ വീട്ടിലൊരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ജോലി അത് പറയാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വീട്ടിന് പ്രശ്നം, അല്ലെങ്കിൽ ഒരു അടിപിടി പ്രശ്നമായിക്കോട്ടെ, എന്തോ പ്രശ്നമായിക്കോട്ടെ, നമ്മൾ ആദ്യം പോകുന്നത് എവിടെയാണ്? പോലീസ് സ്റ്റേഷനിൽ പോകും. അത് നടന്നില്ലെങ്കിൽ ഭരിക്കുന്നവരടുത്ത് പോകും. ഭരണപക്ഷത്തിൻ്റെ ആൾക്കാരാണല്ലോ നമ്മളെ സംരക്ഷിക്കേണ്ടത്, അല്ല ബാക്കിയുള്ളവരല്ല ശരിക്കും സംരക്ഷിക്കേണ്ടത്. ഭരണപക്ഷത്തുള്ള ആരെ ആദ്യം സംരക്ഷിക്കണം. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങ് പോകാത്തത്? അങ്ങ് ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ മകൻ കൊണ്ട് തല കൊണ്ട് വെച്ച് കൊടുത്ത പോലെ ഞാനും കൊണ്ട് തല കൊണ്ട് വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പം ചിലപ്പോൾ ഞാനും അങ്ങ് തീരും, അല്ലെങ്കിൽ എന്നെ തീർക്കും. എനിക്കതറിയാം. ഞാൻ വേറെ ആരോപിക്കുന്നതല്ല, ഏതായിരുന്നാലും. അതുകൊണ്ടാണ് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെന്നുള്ള ആൾക്കാർ അത് എവിടെയാണെങ്കിലും ഞാൻ പോകും. ഇവിടെ നിന്നല്ല, ഞാൻ പലയിടത്തും പോയിട്ടുണ്ട്. അതിപ്പം രാഷ്ട്രീയമൊന്നോ മതമൊന്നോ ഒന്നുമില്ല. ചിലപ്പോൾ ഏതെങ്കിലും മതസംഘടന കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെയും പോകും. അതായത് എന്നെ സഹായിക്കാനായിട്ട് മാനസികമായിട്ട് തയ്യാറുള്ള എവിടെയും പോകും. ഇപ്പോൾ നല്ലൊരു മനസ്സ് ഞാൻ അങ്ങനെ കുറേ മനസ്സുകൾ കണ്ടു. അങ്ങനെയുള്ള വീടുകളിലാണ് ഞാൻ ഇപ്പം പോകുന്നത്. അല്ല ഇതിൽ യാതൊരു രാഷ്ട്രീയ ചായ്വോ ഒന്നും ഞാൻ കാണുന്നില്ല, ഇങ്ങോട്ടും കാണുന്നില്ല. ഇതുവരെയ്ക്കും വന്നിട്ട് ഇതുവരെയ്ക്കും ഇങ്ങോട്ടും ആരും ആ രീതിയിലുള്ള എന്നെ ആ രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടില്ല ഇതുവരെയ്ക്കും. അതെ, CBI ആണ് തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ CBSE തീരുമാനം എടുക്കണമെങ്കിൽ ബാക്കി ഈ നിയമവശമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നിന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് CBI അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അത് ഓർഡർ കൊടുക്കണമെന്ന് പറയുന്നു, എന്തോ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നു. വെറുതെ ഒരു വിജ്ഞാപനം ഇറക്കിക്കൊണ്ട് മാത്രം ആയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ എനിക്ക് ഇപ്പോഴേ അറിയാമെന്നുള്ളൂ, എനിക്ക് പൊളിറ്റിക്സ് കൂടുതൽ അറിയില്ല. അതൊന്നും ഇന്നലെ വരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അവർ ലേറ്റാവുന്നു എന്നാണ് പറയുന്നത്, ലേറ്റാക്കുന്നതായിരിക്കും. പക്ഷേ ഇന്നലെ വരെയല്ല, ശനിയാഴ്ച വരെ ആയിട്ടില്ല എന്ന് അത് നമ്മളെ ഒരു സംഘടന ഉണ്ട്, നമ്മുടെ ഒരു സാമുദായിക സംഘടന ഉണ്ട്. അവരെ അന്വേഷിച്ചപ്പോൾ വ്യക്തമായിട്ട് അറിഞ്ഞത്, അല്ല എന്നോടാരും വിളിച്ച് പറഞ്ഞതല്ല. ആ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൽഹിയിലോട്ട് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓർഡർ കൊടുക്കുമെന്നുള്ളത്. CBIക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് CBI ഇതൊരു ഏറ്റെടുത്തായിട്ട് കഴിഞ്ഞ ഈ 2-3 ദിവസം മുമ്പ് വരെ ഏറ്റെടുത്തായിട്ട് യാതൊരു അറിവുമില്ല. CBI ഏറ്റെടുത്തിട്ടില്ല ശരിക്കും ഒഫീഷ്യലായിട്ട്. അതെ, ഇതുവരെയ്ക്കും ഞാൻ പറഞ്ഞ് പറ്റിച്ചു എന്ന് പറയില്ല, പക്ഷേ ഞാൻ ചതിക്കപ്പെട്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ അന്ന് ഇത്രയും പീക്ക് ടൈമിലായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴേ കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ലാതെ എല്ലാവരും പ്രക്ഷോഭം ഉണ്ടാക്കുന്നു, മതം നോക്കാതെ എല്ലാവരും കാണുന്നു, അമ്മമാരെല്ലാവരും വലിയ രീതിയിൽ മീഡിയ എല്ലാവരും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് പെട്ടെന്നൊരു തടയിടേണ്ടത് മുഖ്യമന്ത്രിക്ക് ആവശ്യമായിരുന്നു. എനിക്കതൊന്നും അറിയില്ലായിരുന്നു, ഞാൻ മണ്ടനായിപ്പോയി. എൻ്റെ വായും എൻ്റെ കുടുംബത്തിൻ്റെ വായും അങ്ങ് അടച്ചു വെച്ചു. ഞാനും മര്യാദയ്ക്കിരുന്നു, ശരി കുഴപ്പമില്ല നടക്കും. അപ്പോൾ ഒരാഴ്ച അവർക്ക് മതിയായിരുന്നു. ഞാൻ മിണ്ടാതിരുന്ന ഒരാഴ്ച അവർ മാക്സിമം ചെയ്യേണ്ടതെല്ലാം ചെയ്തു. തെളിവ് നശിപ്പിക്കേണ്ടത് നശിപ്പിച്ചു, എല്ലാം ചെയ്തു. എല്ലാവരും വാ മൂടിക്കെട്ടി, അതാണ് ചെയ്യേണ്ടത്. അവർക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും വാ മൂടിക്കെട്ടണം. ഞാനും എല്ലാവരോടും പറഞ്ഞു ഇനി പ്രശ്നം ഉണ്ടാക്കണ്ട, എന്നൊക്കെ അറിയാമെന്നുള്ള എല്ലാവരോടും ഇനി വേണ്ട, CBI അന്വേഷണം വിട്ടല്ലോ, ഇനി പ്രശ്നം വേണ്ട. നമ്മളാവശ്യം CBI അന്വേഷണമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ പൊളിറ്റിക്സ് കൂടുതൽ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങ് ജയിച്ചു, അല്ലെങ്കിൽ എനിക്ക് നീതി അങ്ങ് കിട്ടിക്കഴിഞ്ഞു എന്ന്. അതിനുശേഷം മനസ്സിലായത് ഇത് എങ്ങനെ നീതി കിട്ടി. എല്ലാവരെയും വാ അടപ്പിക്കാൻ വേണ്ടി ആദ്യം ചെയ്തു. പ്രത്യേകിച്ച് ഇലക്ഷനും കൂടെ വരികയാണ്, അത് അത്യാവശ്യമാണ് എല്ലാവരെയും വാ മൂടിക്കെട്ടാനായിട്ട്. ഇലക്ഷനോട് എനിക്ക് വലിയ താല്പര്യമില്ല, ഞാൻ പാർട്ടിയിലോട്ട് പറയുന്നില്ല. എന്നാലും പറയാം, ഈ സമയത്ത് കുടുംബത്തിൻ്റെ വാ അടച്ച് കെട്ടേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. അതവർ അതിൽ വിജയിച്ചു. അവരെ ശരിക്കും പറഞ്ഞാൽ അഭിനന്ദിക്കുക തന്നെ വേണം. ആ കാര്യത്തിൽ അവരങ്ങ് വിജയിച്ചു.